മോളെ ബസ്സിൽ പോയാ മതി കേട്ടോ. ആക്സിഡന്റ്, ഭയങ്കര ആക്സിഡന്റ്. എന്താണ് ശീതര? അമ്മാവന് ആക്സിഡന്റ് പറ്റി. പറഞ്ഞോ? ഇല്ല, ഇന്നലെ രാത്രി ഗോപി ഡോക്ടർ കാറുപോയി വന്ന് അമ്മാവനെ ആശുപത്രി കൊണ്ടുപോയി. ഹാർട്ട് അറ്റാക്ക്. അയ്യോ, ഇനിയും ബോധം തെളിഞ്ഞിട്ടില്ല. മോളെ, ഉണ്ണിയെ വിവരം അറിയിക്കണേ. രഘു വന്നല്ലോ. നീ വരുന്നില്ലേ? ഇല്ല. എനിക്കടാ വാ വാ. ഉണ്ണിയുടെ പ്രശ്നം എന്തായി? അത് അവൻ തന്നെ തീരുമാനിക്കണം. 2 ദിവസം കൂടെ കാക്കാം. അത് പറ്റില്ല. പല്ലു തേക്കാനുള്ള പശ പോലും അവന്റെ ഇല്ല. ഓൾഡ് മാനെ കൈകാര്യം ചെയ്യാൻ നമ്മളോട് അവനെ സഹായിക്കണം. തന്തമാരുടെ കാര്യത്തിൽ യൂണിവേഴ്സലായി ഒരു നിയമമേ ഉള്ളൂ: ഹാൻഡിൽ വിത്ത് കെയർ. ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യാം. ഉണ്ണി, യു മസ്റ്റ് ഗോ ടു ഹിം. അതിന് നീ എന്തിനു നിർബന്ധിക്കുന്നു? നമുക്ക് പോവാം. വാ പോവാം. പറ്റേ പോട്ടെടാ. നീ എന്തിനാ? എനിക്ക് വരാൻ കൊള്ളാവുന്ന സ്ഥലമല്ലെന്ന് മനസ്സിലായി. ഉണ്ണിയേട്ടനെ അത്യാവശ്യമായി കാണേണ്ടതുണ്ടായിരുന്നു. എന്തിനാ? ഇന്നലെ രാത്രി അമ്മാവന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ആരോഗ്യ നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ബോധം ഇതുവരെ തെളിഞ്ഞിട്ടില്ല. വരൂ, പോകാം. ഞാൻ വരുന്നില്ല. എപ്പോ വരും? വരില്ല. ഉണ്ണേട്ടാ, നീ പോടി. പോകാൻ പറഞ്ഞില്ലേ? അമ്മായി എന്നെ പറഞ്ഞു വിട്ടതാണ്. ഞാൻ എന്ത് പറയണം? വരില്ലെന്ന് പറയണം. ഒന്ന് ഫോൺ ചെയ്തോട്ടെ. ചെയ്തോളൂ. ഹലോ, ആരോഗ്യ നഴ്സിംഗ് ഹോമല്ലേ? എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കേശവ പണിക്കരെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പരിചയക്കാരനാണ്. താങ്ക്സ്. അച്ഛന്റെ കാര്യം അവൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞാൽ അവൻ വരാതിരിക്കില്ല. പാർവതി മോൾ അന്വേഷിച്ചിട്ട് അവനെ കണ്ടില്ലേ? ഇല്ല. ഉറക്കമാണോ? ഇനി കുഴപ്പമൊന്നുമില്ല. അധികം സംസാരിക്കരുത്. അമ്മ വീട്ടിൽ പോയി കുളിക്കോ ആഹാരം കഴിക്കോ എന്തെങ്കിലും ചെയ്യും. ഇവിടെ ആരെങ്കിലും ഒരാൾ ഇരുന്നാ മതി.
വരട്ടെ. അമ്മാവിയും അമ്മയും കൂടെ വീട്ടിൽ പോയിക്കോ, ഞാനിവിടെ ഇരുന്നോളാം. മോളെ, അമ്മായി വീട്ടിൽ പോയിട്ട് വേഗം വരും, നോക്കിക്കൊള്ളണേ. ഒന്നും പേടിക്കണ്ട, പതുക്കെ വന്നാ മതി. ആ ഉണ്ണി, നീ ഇങ്ങനെ ഇവിടെ കൂനി പിടിച്ചിരുന്നാലെങ്ങനെ? നിങ്ങൾ എങ്ങോട്ടാ? ഞങ്ങൾക്ക് ഇന്നൊരു സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ട്. ചിലപ്പോ ഒരു സെക്കൻഡ് ഷോ സിനിമയും കാണും. ഉണ്ണി, നീ നിന്റെ മൂപ്പിൽസിനെ കൈകാര്യം ചെയ്യുന്ന രീതി ശരിയല്ല. പണമില്ലാതെ എങ്ങനെടാ? ഉണ്ണേ, ഗുഹയിലെ ചെലവിൽ കഴിഞ്ഞ മാസത്തെ നിന്റെ ഷെയർ ഇതേവരെ കിട്ടിയിട്ടില്ല. എന്റെ പൈസ മുഴുവൻ തീർന്നു. പിന്നെ സമയായി, നമുക്ക് പോവാം. ആ, ഞങ്ങൾ പോകുന്നു. അപ്പൊ ശരി, ഓക്കെ. കുഞ്ഞെ, പുറത്തു പോയി വല്ലതും കഴിക്കണം. ഇവിടെ ഒന്നുമില്ല. വീട്ടിൽ പോകാൻ തിരക്കായോ? അസുഖം മാറിയിട്ട് പോയാൽ മതി. അസുഖം മാറാതെ ഞാൻ വിടുകയുമില്ല. ഇവൾ ക്ലാസ് മുടക്കിയിരിക്കുകയാണ്, അതേ ഉള്ളൊരു പ്രയാസം. ക്ലാസ് ഒന്നും മുടക്കണ്ട. ഇന്ന് ചെക്കപ്പ് കഴിഞ്ഞ് വീട്ടിൽ പോവാം. പിന്നെ ക്ഷോഭം വരാതെ സ്വയം നിയന്ത്രിക്കണം. ഒന്നും സാരമില്ലെന്ന് കരുതണം. ഞാനും അങ്ങനെ കരുതിയിരിക്കുകയാണ്. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ണിയോടുള്ള നിലപാടിൽ മാറ്റമൊന്നുമില്ല. അത് വേണോ? വേണം. അവന് വാശിയേറണം. എന്നെ തോൽപ്പിച്ചുകൊണ്ടെങ്കിലും അവൻ വിജയിക്കണം. യു ഡോണ്ട് വറി ഗോപി. അവൻ നന്നായി കണ്ടിട്ടേ ഞാൻ മരിക്കൂ. ഉണ്ണിക്ക് പഠിത്തം തുടരാൻ പൈസ വേണ്ടേ? അവനിത് സമ്പാദിക്കണം. ഹൗ? ബൈ വർക്കിംഗ്. ജോലി ചെയ്ത്, വിയർത്ത് ജോലി ചെയ്ത് സമ്പാദിക്കണം. അവൾ ബുദ്ധിയുള്ളവളാണ്. അവൾ കേൾക്കാതെ എനിക്ക് ഗോപിയോട് സംസാരിക്കാനുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. എനിക്ക് ചിലത് പറയാനുണ്ട്. നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ വന്നേക്കാം. ഉണ്ണീട്ടാ, അമ്മാവൻ വീട്ടിൽ വന്നു. അമ്മയും ഞാനും ഉണ്ണിയേട്ടന്റെ വീട്ടിലാണ്. എനിക്ക് വീടില്ല. ഞാൻ എവിടെയാണെന്ന് മനസ്സിലായല്ലോ, അതേ ഉദ്ദേശിച്ചുള്ളൂ. അമ്മാവിക്ക് വല്ലാത്ത ദുഃഖമുണ്ട്. മറ്റാർക്കും ഇല്ലല്ലോ. എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല, എനിക്ക് ദുഃഖമുണ്ട്. എനിക്ക് ദുഃഖമില്ല. ഞാൻ എവിടെയെങ്കിലും പോവുക. എങ്ങോട്ട്? എവിടെയെങ്കിലും. അപ്പൊ പഠിത്തം മതി. എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്? അച്ഛനെ പോയി കാണണം. മനസ്സില്ല. ഉണ്ണേട്ടനെ സ്നേഹിക്കുന്നവരുടെ വേദന മനസ്സിലാകുമോ? തൂങ്ങിച്ചാകാനൊന്നും ഞാനില്ല, പക്ഷേ എനിക്ക് സങ്കടമുണ്ട്. കണ്ണീര് കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. ക്ഷമിക്കാതെ വരുന്നതാണ് ഉണ്ണേട്ട. ക്ഷമിച്ചേക്ക്.